തിരുനെൽവേലിയിൽ EV ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന 3 ചാർജ് സ്റ്റേഷൻസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വണ്ണാർപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് 3 ചാർജ് സ്റ്റേഷൻസ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ആദ്യത്തെ ചാർജ് സ്റ്റേഷൻ വരുന്നത് GRT ഹോട്ടൽസിലുള്ള സിയോന്റെ ചാർജ് സ്റ്റേഷൻ ആണ്. രണ്ടാമത്തെ ചാർജ് സ്റ്റേഷൻ വരുന്നത് ഹൈഫൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലുള്ള ട്രൂ പവറിന്റെ EV ചാർജ് സ്റ്റേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് മൂന്നാമത്തെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. ഡെറിക് ടാറ്റയിലുള്ള ടാറ്റ പവർ EZന്റെ ചാർജ് സ്റ്റേഷൻ ആണ് മൂന്നാമത്തെ ചാർജ് സ്റ്റേഷൻ. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ള തിരുനെൽവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ പല ആവശ്യങ്ങളായിട്ട് പലപ്പോഴും ആൾക്കാർ തിരുനെൽവേലിയിൽ പോകാറുണ്ട്. അപ്പോൾ തിരുനെൽവേലിയിലുള്ള EV ചാർജ് സ്റ്റേഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം വരുന്ന ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്തുനിന്ന് തെന്മല വഴിയൊക്കെ വരുന്ന റൂട്ടിലാണ് നമ്മളിപ്പം വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഫ്ലൈ ഓവർ കന്യാകുമാരി, നാഗർകോവിൽ, മധുര റൂട്ടിലുള്ള ഫ്ലൈ ഓവറാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തിരുനെൽവേലിയിൽ വന്നു കഴിഞ്ഞാൽ പല ഏരിയയിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മൾ തൂത്തുക്കുടി പോകാനാണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന രാമേശ്വരം പോകാനാണെങ്കിലും അങ്ങനെ ഒരുപാട് റൂട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് എടുക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന തിരുനെൽവേലിയിൽ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങിനൊക്കെ ആയിട്ടോ നമുക്ക് വരാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റിയ 3 ചാർജ് സ്റ്റേഷൻസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കൊല്ലം റൂട്ടിൽ വന്നിട്ട് നമ്മുടെ മധുര പോകുന്ന ആ ഒരു റൂട്ടിലാണ് തിരിഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ പോകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ആദ്യത്തെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ഹൈഫൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ ആദ്യത്തെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലുള്ള ചാർജ് സ്റ്റേഷനാണ്. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന വെജിറ്റേറിയൻ ഫുഡാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ പറയുന്ന ഹൈഫൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലുള്ള ട്രൂ പവറിൻ്റെ ചാർജ് സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അധികം യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യം പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് സിയോണോ, ടാറ്റ പവറോ അല്ലെങ്കിൽ ചാർജ് മോഡോ, ഗോയിസി ഒക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രൂ പവർ എന്ന് പറഞ്ഞ ഈ ഒരു ചാർജ് സ്റ്റേഷൻ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ചാർജ് സ്റ്റേഷൻ. ഇവിടെ നമുക്ക് 2 ടൈപ്പ് 2 ഗണ്ണുകളും അതുപോലെ തന്നെ ഒരു CCS2 ഗണ്ണുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗണ്ണുകളിൽ ടൈപ്പ് 2 ഗണ്ണുകൾ വർക്കിംഗ് ആവുന്നില്ല എന്നാണ് എനിക്ക് ആപ്പ് നോക്കിയപ്പം കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ അല്ലെങ്കിൽ ടൈപ്പ് 2 ആകുമ്പോഴത്തേക്ക് സ്ലോ ചാർജ് ചെയ്യുമ്പോൾ ടൈം എടുക്കും. ഇതാണ് നമ്മളുടെ CCS2 ഗണ്ണ്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഫുഡ് കഴിക്കാനായിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ വണ്ടി ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാർജ് ചെയ്യുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ കാര്യം ആ ഒരു ട്രൂ പവർ എന്ന് പറഞ്ഞ ചാർജിങ് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മളുടെ സെക്യൂരിറ്റി ഒക്കെ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, വണ്ടി പാർക്ക് ചെയ്യാനായാലും ചാർജ് ചെയ്യാനായാലും. അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇട്ടതിന് ശേഷം നമ്മൾ അവരുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് ഹൈഫൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷൻ ഇട്ട് വേണമെങ്കിൽ ഇവിടെ വരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചാർജ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. മാപ്പിലാണെങ്കിലും ഒരുവിധം നല്ല റേറ്റിംഗ് ആണ് ഈ ഒരു ഹൈഫൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലുള്ളത്. അപ്പം വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വേണമെങ്കിൽ കഴിക്കാം. മാപ്പിൽ ഒരുവിധം നല്ല റേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ചിൽഡ്രൻസിന് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാനായിട്ടായാലും സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല എങ്കിൽ പോലും ഈ പറയുന്ന നിങ്ങൾക്ക് ഇവിടെ വന്ന് ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ തണലത്തൊക്കെ റെസ്റ്റ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു 1ാമത്തെ ചാർജ് സ്റ്റേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ തിരുനെൽവേലിയിലുള്ള 2ാമത്തെ ചാർജ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മധുര റൂട്ടിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് 2ാമത്തെ ചാർജ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 2ാമത്തെ ചാർജ് സ്റ്റേഷൻ വരുന്നത് ടാറ്റ പവർ EZന്റെ ചാർജ് സ്റ്റേഷനാണ്. അപ്പം നിങ്ങൾ ഡെറിക് ടാറ്റ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഡെറിക് ടാറ്റ തിരുനെൽവേലി എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മൾ ആക്ച്വലി പ്ലഗ് ഷെയർ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തൊരു സ്റ്റാറ്റിക്കിൻ്റെ ചാർജ് സ്റ്റേഷനും കൂടെ ഈ ഒരു തിരുനെൽവേലി ഏരിയയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സ്റ്റാറ്റിക്കിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ഡെറിക് ടാറ്റ എന്ന് പറയുന്ന ആ ഒരു ചാർജ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ടാറ്റ പവറിൻ്റെ ചാർജ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റാറ്റിക്കിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുമെന്നൊരു ഡൗട്ടുണ്ട്. അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ക്ലിയർ ആവുക. അപ്പോൾ ഈ ഒരു മധുര റൂട്ടിൽ നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളുടെ ആ ഒരു ഡെറിക് ടാറ്റ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കന്യാകുമാരി എന്നൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ തിരുനെൽവേലി ഫ്ലൈ ഓവർ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ടാറ്റ പവറിൻ്റെ ചാർജ് സ്റ്റേഷൻ. അപ്പം ഡെറിക് ടാറ്റയാണ്. അപ്പോൾ ഒരുവിധം നല്ല സർവീസാണ് ഡെറിക് ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോങ് ഒക്കെ ഓടി വരുന്ന സമയത്ത് വണ്ടിയിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വേണമെങ്കിൽ ഇവിടെ കയറ്റി പാർക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റൊക്കെ ചെറിയ ചെറിയ ഫുഡ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. സ്നാക്സ് ഐറ്റംസ്, പിന്നെ ആരോൺ ഐസ്ക്രീംസിൻ്റെ
ഷോപ്പുകൾ, അങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇവിടെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ആ ഓപ്പോസിറ്റുള്ള ഷോപ്പുകളിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇവിടുന്ന് ആക്ച്വലി വണ്ടി ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു. ഈ ഒരു ചാർജ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വന്നത്. നമ്മൾ ആദ്യം വണ്ടിയായിട്ട് വന്നപ്പോഴത്തേക്ക് അവർ സർവീസിന് വന്നതെന്നാണ് വിചാരിച്ചത്. പിന്നെ ചാർജിങ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരകത്തേക്ക് കയറ്റി വിട്ടു. പക്ഷേ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ചാർജ് ചെയ്തില്ല. അവർക്ക് പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നതെന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടാറ്റ പവർ EZ ചാർജിൻ്റെ നമ്മുടെ ഡെറിക് ടാറ്റയിലുള്ള ചാർജ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടുത്തെ റേറ്റ് പറയുവാണെങ്കിൽ ഏകദേശം 25 രൂപ ആ ഒരു റേഞ്ച് വരും. ടാറ്റ പവറിന് പൊതുവേ റേറ്റ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അവർ 16 കുറച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പൊതുവേ എല്ലായിടത്തും നല്ല റേറ്റ് തന്നെയാണ്. നമ്മൾ സിയോണിന്ന് ചാർജ് ചെയ്തായാലും ട്രൂപ്പോറിന്ന് ചാർജ് ചെയ്തായാലും ഏകദേശം 25 രൂപ പ്ലസ് നമുക്ക് ചാർജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജ് സ്റ്റേഷനാണ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു CCS2 ഗണ്ണാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പോയ ആ ഒരു ട്രൂപ്പോറിൻ്റെ ചാർജ് സ്റ്റേഷനിലും ഒരു CCS2 ഗണ്ണാണ് ഉള്ളത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ആ ഒരു ചാർജ് സ്റ്റേഷൻ അവൈലബിൾ അല്ല, അവിടെ വേറെ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വണ്ടി ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും തിരുനെൽവേലിയിലുള്ള ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ ടാറ്റ പവർ EZൻ്റെ ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഏതൊരു ടൈമിൽ വേണമെങ്കിലും നമുക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ രാത്രിയിലൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഈ ഒരു എൻട്രൻസിന് അവിടെ നിന്ന് ജസ്റ്റ് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സെക്യൂരിറ്റി വന്നിട്ട് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തരും. കാര്യം ഗേറ്റ് എപ്പോഴും ക്ലോസ് ചെയ്തേക്കുമായിരിക്കും. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ചാർജ് സ്റ്റേഷൻ തിരുനെല്വേലിയിലുള്ള രണ്ടാമത്തെ ചാർജ് സ്റ്റേഷനും കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമതായിട്ടുള്ളത് GRT എന്ന് പറയുന്ന ഹോട്ടലിലാണ്. നമുക്ക് സിയോണിൻ്റെ ചാർജ് സ്റ്റേഷനാണുള്ളത്. നമ്മളൊരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പേ പ്ലഗ് ഷെയർ ആപ്ലിക്കേഷൻ നോക്കിയിട്ടാണ് ആ ഒരു സ്ഥലത്തുള്ള ചാർജ് സ്റ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ ആ ഒരു ചാർജ് സ്റ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം പർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ പോയിട്ട് ആ ഒരു ചാർജ് സ്റ്റേഷൻ വർക്കിംഗ് ആണോ എന്നുള്ളതും അതുപോലെ തന്നെ അങ്ങനെ ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് GRT ഹോട്ടൽസിലേക്കാണ്. അതായത് നമ്മൾ കൊല്ലത്തുനിന്ന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൈഡിൽ തന്നെയാണ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത്. നിങ്ങളിപ്പോൾ മധുരയിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഇപ്പം നമ്മൾ പോകുന്നത് പോലെ ഈ ഒരു ഫ്ലൈ ഓവർ കയറാതെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ പോയിട്ട് റൈറ്റ്, അതായത് നമ്മുടെ തെങ്കാശിയൊക്കെ പോകുന്ന ആ ഒരു റൂട്ടിലേക്ക് തിരിയുമ്പോഴാണ് GRT ഹോട്ടൽസിലുള്ള സിയോണിൻ്റെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ പ്ലഗ് ഷെയർ ആപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു 3 ചാർജ് സ്റ്റേഷൻ മാത്രമാണ് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ട് കാണിച്ചത്. പിന്നെ ഒരു സ്റ്റാറ്റിക്കിൻ്റെ ആപ്ലിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു ടാറ്റയുടെ ഷോറൂമിലാണോ ഇല്ലെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് അത് ആ ഒരു ചാർജ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു തിരുനെൽവേലിയിലുള്ള സ്റ്റാറ്റിക്കിൻ്റെ ചാർജ് സ്റ്റേഷനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിലക്സിൻ്റെ ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്ലഗ് ഷെയറിൽ ആഡ് ചെയ്യാത്ത ഏതെങ്കിലും ചാർജ് സ്റ്റേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്യുവർലി പ്ലഗ് ഷെയർ ആപ്പ് നോക്കിയിട്ടാണ് പോകുന്നത്. ചിലപ്പം പലപ്പോഴും പ്ലഗ് ഷെയർ ആപ്പിൽ ഇല്ലാത്ത ചാർജ് സ്റ്റേഷൻസ് ഇടയ്ക്ക് വെച്ച് നമ്മൾ എറണാകുളത്ത് പോയപ്പോഴത്തേക്ക് സിട്രോണിൻ്റെ ഒരു ചാർജ് സ്റ്റേഷൻ അത് പ്ലഗ് ഷെയർ ഇല്ലായിരുന്നു. നമ്മൾ ആ ഒരു റൂട്ട് പോയപ്പോഴത്തേക്ക് ചാർജ് സ്റ്റേഷൻ കണ്ടു. അപ്പോൾ നമ്മളവിടെ കയറി. അപ്പോൾ അതുപോലെ ഏതെങ്കിലുമൊക്കെ ചാർജ് സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം ഒരുപാട് ആൾക്കാരും പാസ് ചെയ്ത് പോകുന്ന ഒരു റൂട്ടാണ് തിരുനെൽവേലി റൂട്ട്. അപ്പം മധുര പോകുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ രാമേശ്വരം പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും പിന്നെ തിരുനെൽവേലിയിലൊക്കെ ഒരുപാട് ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പം കൊല്ലത്തു നിന്നായാലും ട്രിവാൻഡ്രത്തു നിന്നായാലും ഒരുപാട് ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ചാർജ് സ്റ്റേഷനെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന GRT റീജൻസി എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ സിയോണിൻ്റെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് റോഡ് ആക്ച്വലി നമ്മുടെ കൊല്ലത്തു നിന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൊല്ലത്തു നിന്ന് വരുവാണെങ്കിൽ നേരെ ഈ ഒരു ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. തിരുനെൽവേലിയിൽ നിലവിലുള്ള മറ്റ് ചാർജ് സ്റ്റേഷനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേ ഓപ്ഷൻസും കൂടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത ഇത് സിയോണിൻ്റെ ചാർജ് സ്റ്റേഷൻ ആണെന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സിയോണിൻ്റെ ചാർജ് സ്റ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അക്കൗണ്ടൊക്കെ എടുത്ത് അക്കൗണ്ടിൽ പൈസയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ GRT ഹോട്ടൽസിലുള്ള ചാർജ് സ്റ്റേഷൻ. ഇത് ഇവരുടെ എക്സിറ്റ് വരുന്ന പോർഷനാണ്. അപ്പോൾ തൊട്ടപ്പുറത്താണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാപ്പ് നോക്കാനാണെങ്കിൽ GRTയുടെ ഒരു ജ്വല്ലേഴ്സ് ഇവിടെ ഉണ്ട്. ആ ഒരു ജ്വല്ലേഴ്സിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ ഉള്ള ആ ഒരു എൻട്രൻസിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് ചാർജ് സ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു CCS2 ഗണ്ണും അതുപോലെ തന്നെ ഒരു Type 2 ഗണ്ണുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നമുക്ക് സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നാടോടി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷൻ
സ്റ്റേഷനിൽ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. കാര്യം ഇതിൻ്റെ അകത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ജസ്റ്റ് ചാർജ് സ്റ്റേഷൻ എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പോർഷനിൽ വന്നിട്ട് നമ്മൾ ബാക്കിൽ റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ സിയോൻ്റെ ഒരു ചാർജ് സ്റ്റേഷൻ, ആ ഒരു മെഷീനിൽ തന്നെയാണ് നമുക്ക് ടൈപ്പ് 2 ചാർജർ CCS2 ഗണ്ണും ഉള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അറ്റ് എ ടൈം 2 വണ്ടികൾ ചാർജ് ചെയ്യാം. ഒരെണ്ണം ഫാസ്റ്റ് ചാർജ് ചെയ്യും, മറ്റൊരെണ്ണം ടൈപ്പ് 2 ചാർജിങ്ങുമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേ ഓപ്ഷൻസ് ഉള്ളതായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് കണ്ടിന്യൂസ് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ചെയ്തു വരുന്ന വണ്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ഈ പറഞ്ഞ ടൈപ്പ് 2 ചാർജർ സ്ലോ ചാർജ് ചെയ്യാനിട്ടിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുത്തെ സ്റ്റേ ഓപ്ഷൻസും അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ നാടോടി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിലെ ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചാർജ് ചെയ്തത് 60 to 100% ആണ്. ഏകദേശം 290 രൂപയാണ് നമുക്ക് ഇവിടുന്ന് ചാർജിങ്ങിനായിട്ടായത്. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ തിരുനെൽവേലിയിലുള്ള ചാർജ് സ്റ്റേഷൻസ്. അപ്പോൾ നമ്മൾ പ്ലഗ് ഷെയർ നോക്കിയപ്പോഴത്തേക്ക് നിലവിൽ 3 ചാർജ് സ്റ്റേഷൻസ് ആണ് കാണിച്ചത്. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് 2024 ഏപ്രിൽ മാസമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നിലവിൽ 3 ചാർജ് സ്റ്റേഷൻസ് മാത്രമാണുള്ളത്. പിന്നെ ഒരു സ്റ്റാറ്റിക്കിൻ്റെ ചാർജ് സ്റ്റേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിലക്സിൻ്റെ ഒരു ചാർജ് സ്റ്റേഷൻ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. അതൊരു ഔട്ടർ സിറ്റി ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ പുതിയ ചാർജ് സ്റ്റേഷൻസ് എവിടെയെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ചാർജ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ടിപ്സ് ആൻഡ് ടിപ്സ്.